പാർട്ടിയെയും മുന്നണിയെയും ഇതാദ്യമായല്ല തരൂരിന്റെ പ്രസ്താവനകൾ പ്രതിസന്ധിയിലാക്കുന്നത്. പല ഘട്ടങ്ങളിലും ഇതിനു മുൻപും ഇത്തരം പ്രസ്താവനകൾ തരൂരിൽ നിന്നുണ്ടായിട്ടുണ്ട്. അത് നോക്കാം. തരൂരും വിവാദങ്ങളും. പാർട്ടിയെയും മുന്നണിയെയും തരൂർ പ്രതിസന്ധിയിലാക്കിയ നിരവധി സന്ദർഭങ്ങളുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം കത്തി നിൽക്കുന്ന സമയം, കേരളത്തിൽ പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി നിരവധി കൂട്ടായ്മകൾ, കോഴിക്കോട് മുസ്ലിം സംഘടനകളുടെ യോഗത്തിലെത്തിയ തരൂർ ഹമാസ് തീവ്രവാദ സംഘടനയെന്ന് നിലപാടെടുത്തു. കേരളത്തിൽ ഇടതു വലതു നേതൃത്വങ്ങൾ ഹമാസ് അനുകൂല നിലപാടെടുക്കുമ്പോഴായിരുന്നു ഈ പ്രസ്താവനയെന്നതാണ് ശ്രദ്ധേയം. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ശക്തമായ പ്രതിഷേധമുയർന്നിട്ടും തരൂർ നിലപാട് മാറ്റിയില്ല. ഏകീകൃത സിവിൽ കോഡിനെതിരെയാണ് കോൺഗ്രസിന്റെ ദേശീയ നിലപാട് പോലും. പക്ഷേ അതത്ര മോശം ആശയമല്ലെന്ന് പരസ്യമായി പറയാൻ തരൂർ മടിച്ചില്ല. കേരളത്തിൽ LDFും UDFും തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറാനുള്ള തീരുമാനത്തെ എതിർത്തു. പക്ഷേ തിരുവനന്തപുരം MP കൂടിയായ തരൂർ കേന്ദ്ര തീരുമാനത്തെ പരസ്യമായി പിന്തുണച്ചു. തരൂരിന്റെ ഈ നീക്കം വിശദീകരിക്കാൻ കോൺഗ്രസ് പാടുപെട്ടു. കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ തീരുമാനം ദേശീയ തലത്തിൽ പ്രതിപക്ഷം ശക്തമായി ഉയർത്തിക്കാട്ടി. എന്നാൽ തീരുമാനം മികച്ചതെന്നായിരുന്നു തരൂരിന്റെ നിലപാട്. പാഠപുസ്തകങ്ങളിലൂടെ BJP രാഷ്ട്രീയ പ്രചരണം നടത്തുന്നുവെന്ന് കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ നിലപാടെടുത്ത സമയം. പക്ഷേ ഗോൾവൽക്കറുടെയും സവർക്കറുടെയും ജീവചരിത്രം പാഠപുസ്തകത്തിന്റെ ഭാഗമാക്കിയതിൽ തെറ്റില്ലെന്ന് ശശി തരൂർ പറഞ്ഞു. കോൺഗ്രസിൽ നെഹ്റു കുടുംബത്തിന്റേതാണ് അവസാന വാക്ക്. സോണിയാഗാന്ധിക്ക് പകരം പുതിയ അധ്യക്ഷനുണ്ടാവണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് കത്തയച്ചവരുടെ മുൻനിരയിൽ തരൂരുണ്ടായിരുന്നു. തീർന്നില്ല, അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാനും തരൂർ ധൈര്യം കാട്ടി. വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയ തരൂരിന്റെ നിലപാടാണ് ഇപ്പോൾ ചർച്ചയെങ്കിൽ സംസ്ഥാന സർക്കാരിനെ തരൂർ മുമ്പ് പുകഴ്ത്തിയ ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുമ്പോഴും പിണറായി വിജയനെ വരെ പുകഴ്ത്താനും തരൂർ തയ്യാറായിട്ടുണ്ട്. എതിർചേരിക്ക് ആയുധം നൽകുന്ന ഈ വിവാദ നീക്കങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം തരൂരിന്റെ പുതിയ രാഷ്ട്രീയ നീക്കമാണിതെന്ന് വ്യാഖ്യാനങ്ങളുണ്ടായി. ഇത്തവണയും തരൂർ ഇടതുപക്ഷവുമായി അടുക്കുന്നുവെന്ന ചർച്ചകൾ സജീവമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.